എവിടെ പോകുന്ന വഴിക്കും ബുക്സ് കാണുന്നോ അവിടെ ഇറങ്ങി കുറച്ചു നേരം ബുക്സൊക്കെ ഒന്ന് മറിച്ച് നോക്കി. വല്ല നല്ല ബുക്സും ഉണ്ടോ എന്ന് നോക്കിയില്ലെങ്കിൽ ജഡുവിനൊരു സമാധാനക്കേടാ. ഇപ്പം അവൻ്റെ കൂടത്തിൽ നടന്ന് നമുക്കും. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം മുഷ്റഫ് മോളിൽ ചെന്നപ്പോൾ അവിടെ കുറച്ച് ബുക്സൊക്കെ ഉണ്ടായിരുന്നേ. അത് നോക്കുന്നേ കാണുന്നത്. എൻ്റെ മിക്ക വീഡിയോസിലും എൻ്റെ നെയിൽ പോളിഷ് കാണുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ OPIയുടെ നെയിൽ പോളിഷ് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? ഈ ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ. നാസ് എന്നാ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇവർക്ക് ഒട്ടുമിക്ക ഷോപ്പിംഗ് മോളിലും ഇവരുടെ ഷോപ്സ് ഉണ്ട്. അതല്ല, പിന്നെ എയർപോർട്ട് റോഡിൽ നമ്മുടെ നാസ് റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ചോദിച്ചുകൊണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് നേരെ ലുലുവിൽ ചെന്നു. അവിടെ ചെന്ന് നമ്മളെ ഇറച്ചിയും മീനും എല്ലാം നോക്കി. ഞാൻ പറഞ്ഞിട്ടില്ലേ, മീനിൻ്റെ ഏരിയ കാണുമ്പോൾ ഒന്ന് കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് കയറിയില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാന്നേ. എന്നാലും മീനിൻ്റെ വിലയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് അച്ചറ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ബട്ടർ ആൻഡ് ബ്രെഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ ചാടി കയറിയേ. ഇതെനിക്ക് തോന്നുന്ന മുഷ്റൂം മോളിൽ കഴിഞ്ഞ വർഷം ലാസ്റ്റ് കണ്ട് തുടങ്ങിയൊരു ഷോപ്പാണ്. നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല. കുറേ റീൽസൊക്കെ കണ്ടിരിക്കും. അവിടെയും ജേഡ് ചാടി കയറി, കൂടെ ഞങ്ങളും ചാടി കയറി. അങ്ങനെ ഞങ്ങൾ 1-2 സാധനങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയണമല്ലോ, അതുകൊണ്ട്. അല്ലാതെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഒരിക്കലുമല്ല. ഇതെനിക്ക് തോന്നുന്നു ഫിലിപ്പിനോസിൻ്റെ ഒരു ഷോപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അവിടെ ഒത്തിരി എന്താ പറയുന്നത് സിഗ്നേച്ചർ ഐറ്റം ഉണ്ടെന്ന് അവർ പറഞ്ഞു. എന്നാലും ഭാഗ്യം കൊണ്ട് നമ്മൾ ചെന്നപ്പോൾ പകുതി സിഗ്നേച്ചർ ഐറ്റവും തീർന്നായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നേ. ഇതിൻ്റെ പേരെന്നാന്നേ ഞാൻ മറന്നുപോയി. എന്തോ കോക്കനട്ട് മാങ്കോ എന്തൊക്കെ ഫ്ലേവേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളൊരു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. നല്ല മാങ്കോടെയും പിന്നെ നമ്മുടെ കോക്കനട്ട് ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇല്ലേ, ആ ടേസ്റ്റും ഒക്കെ ആയിട്ട്. എന്നാൽ പിന്നെ അധികം മധുരം ഉണ്ടോ? അങ്ങനെ അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചിറങ്ങിയപ്പോൾ ദേ മുമ്പിലൊരു ഗോറില്ലായോ ചിമ്പാൻസിയോ ഏതോ ഒരു പറഞ്ഞു വന്നാൽ നമ്മുടെ കുരങ്ങിൻ്റെ മുത്തച്ഛൻ്റെ വല്യപ്പൻ്റെ ചിറ്റപ്പൻ്റെ മക്കളൊക്കെ ആയിട്ട് വരും ഉമ്മാർ. എന്നാണേലും അവനവിടെ നിന്നതല്ലേ, കൂടെ നിന്ന് 2 ഫോട്ടോ എടുത്തോട്ടെന്ന് പുള്ളിയോട് ചോദിച്ചു. എടുത്തോളാൻ പുള്ളി പറഞ്ഞു. സമ്മതം കിട്ടിയ താമസം ഞങ്ങൾ ഇന്ന് ഫോട്ടോയും എടുത്തു, വീഡിയോയും എടുത്തു. അങ്ങനെ ചിമ്പാൻസിക്ക് നന്ദിയും പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വണ്ടിയെ കയറിയപ്പോൾ ഞാൻ ജസ്റ്റോട് ചോദിക്കുമായിരുന്നു, നമ്മൾ എന്തിനാ മുഷറഫ് മോളിൽ പോയേ? അപ്പം ജസ്റ്റ് പറഞ്ഞു തലമുടി വെട്ടിക്കാൻ. തലമുടി വെട്ടാൻ പോയാൽ തലമുടി വെട്ടിയിട്ട് പോയാൽ പോരെ, വെറുതെ ലുലുവിലും കയറി അവിടെയുള്ള റെസ്റ്റോറൻറ്റിലും കയറി ഫുഡും കഴിച്ച് എനിക്ക് മേല. ഇതാന്നേ പുറത്തിറങ്ങിയാലത്തെ കുഴപ്പം. ചുമ്മാ അധിക ചിലവാ. കടച്ചാണ്ടി എല്ലാം വാങ്ങിച്ച് കഴിക്കും. ചിലവിൻ്റെ അല്ലേ, പിന്നെ ഒരു കുറ്റബോധമായി. ഇതെല്ലാം കഴിച്ചല്ലോ എന്ന് ഓർത്ത്. എന്നാൽ കഴിക്കാതിരിക്കോ? അപ്പം ശരി, എന്നാൽ പോയേച്ചും വരാം.